കൊല്ലം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഉദ്ഘാടനം പോലും നടത്താതെ പാലം തുറന്നു നൽകിയത്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, വിശദാംശങ്ങൾ എന്താണ്? അരുൺരാജ്, വിജിത്ത്, എന്തായാലും കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ കൊല്ലം ഓലയിൽ കടവ് പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. കൊല്ലത്തെ ലിങ്ക് റോഡ് മുതൽ ഓല വരെയുള്ള ഭാഗമാണ് തുറന്നു നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ആൾക്കാരെ ഒന്നും അറിയിക്കാതെയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അതായത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്, ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ചേട്ടാ, ഇന്ന് എപ്പോഴാണ് ഈ പാലം തുറന്നു കൊടുത്തത്? ഇന്ന് 10 മണിയായിരുന്നു. ആരെങ്കിലും വന്ന ഉദ്ഘാടനം ചെയ്തു? ആരും ഉദ്ഘാടനം ചെയ്തില്ല. തുറന്നു കൊടുത്തത് പലതവണ ഇവിടെ പ്രതിഷേധം നടന്ന തുറന്നു കൊടുക്കുക. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രതിഷേധം നമ്മൾ ചെയ്തായിരുന്നു, കോൺഗ്രസ്സുകാർ. പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ വീണ്ടും ആരും അറിയാതെ JCB-കാരെ കൊണ്ട് തുറന്നു രാവിലെ തുറന്നു. ഈ വാഹനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൊല്ലം നഗരത്തെ സംബന്ധിച്ച് വലിയ ജനത്തിരക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ ഗതാഗത ബുദ്ധിമുട്ടടക്കം ഉണ്ടായിട്ടുള്ളതാണ്. അവിടെയാണ് ഈ പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. കൊല്ലം നഗരത്തിലേക്കുള്ള ഈ വലിയ ട്രാഫിക് പ്രശ്നമടക്കം പരിഹരിക്കാൻ ഇത് സഹായിക്കുമെന്ന് പലകുറി നമ്മളടക്കം വാർത്ത ചെയ്തതാണ്. ഒടുവിൽ ഈ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായെങ്കിലും തുറന്നു കൊടുത്തില്ല. ഒടുവിൽ ഇന്ന് രാവിലെ JCB-യും അതുപോലെ വാഹനങ്ങളും എത്തിയാണ് ഈ പാലം തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം പോലും നടത്താത്തതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എന്തായാലും ഇത് പൊതുജനങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ ചുരുക്കമാണ്. അവർ മാത്രമാണ് ഇതുവഴി വാഹനങ്ങളുമായി ഇപ്പോൾ കടന്നു വരുന്നത്. കൊല്ലം നഗരത്തിലേക്ക് കടക്കാതെ ഈ ലിങ്ക് റോഡിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ഭാഗം. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വൈകുന്നേരം അടക്കം നിരവധിയായ നടത്തക്കാരടക്കം ഈ പ്രദേശത്തുള്ളതാണ്. എന്തായാലും ഈ പാലം തുറന്നു നൽകിയ സ്ഥിതിക്ക് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇത് ഇപ്പം ആശ്വാസമാണ്. എങ്ങനെയുണ്ട്? നമ്മുടെയൊക്കെ വീട് പാലത്തിന്റെ തേവള്ളി പാലത്തിനടുത്ത വീട്. ഇത് തുറന്നു തന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ചിന്നക്കടയിലോട്ട് വരാൻ വളരെ സുഖമായിരുന്നു. രാവിലെയാണ് അപ്രതീക്ഷിതമായി തുറന്നത്. അതെ. എന്തായാലും അപ്രതീക്ഷിതമായി ഈ പാലം തുറന്നു നൽകിയ സന്തോഷം ഓരോ ആൾക്കാർക്കും ഉണ്ട്. എന്തായാലും വാഹനങ്ങളുമായി ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നതിന്റെ ട്രാഫിക് പ്രശ്നമില്ലാതെ കടന്നു പോകാൻ സാധാരണ ഈ പാലം തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പാണ്. ഇങ്ങനെ പ്രതിഷേധമൊക്കെ ഉയർന്നാൽ സ്വാഭാവികമായും പിന്നീട് നമ്മൾ കാണാറുള്ളത് വലിയൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ നടത്തി നാട്ടുകാരെയൊക്കെ അറിയിച്ച് പാലം തുറന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ അങ്ങനെ കാണാറുള്ളത്. ഇതെന്താണ് ഇങ്ങനെ ആരോടും പറയാതെ, നാട്ടുകാർ പോലും അറിയാതെ ഇങ്ങനൊരു ഉദ്ഘാടനം ഈ പാലം തുറന്നു നൽകുന്ന നടപടിയിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശദീകരണം എന്താണ് ബന്ധപ്പെട്ടവരുടെ? അരുൺരാജ്, വിജിത്ത്, ഈ പാലം തുറന്നു നൽകിയതുമായി ബന്ധപ്പെട്ട നിരവധിയായ തവണ പലരെയും വിളിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആരും ഒരു കൃത്യമായ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം MLA അടക്കമുള്ളവർ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണത്തിന് ആരും തയ്യാറല്ല. എന്തായാലും കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൃത്യമായി നൽകിയിരുന്നു. ലിങ്ക് റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആ നവീകരണം പൂർത്തിയാക്കിയാൽ ഈ പാലം തുറന്നു നൽകുമെന്നായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളടക്കം പ്രതീക്ഷിച്ചത് ഇത് സ്വാഭാവികമായും ഇത്ര വലിയൊരു പാലം, ഇത്ര ഗംഭീരമായി കോടികൾ ചെലവിട്ട് നിർമ്മിച്ച പാലം തുറന്നു നൽകുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള സ്വാഭാവികമായ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാർ ഭരണകൂടത്തിനുണ്ട്. അവർ ചെയ്യുമെന്നായിരുന്നു. പക്ഷെ അത്തരം ഒരു അറിയിപ്പോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇന്ന് രാവിലെ JCB ഇവിടേക്ക് എത്തുന്നു. ഈ പാലം തുറന്നു കൊടുക്കുകയായിരുന്നു. തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളടക്കം പൂർണ്ണമായും എടുത്തു മാറ്റി അത് തുറന്നു നൽകുന്ന സാഹചര്യമാണ്. സ്ഥിരമായി ഈ വഴി നടക്കാൻ വരുന്ന ആളാണോ? ഞാൻ ഇതിന്റെ പരിസരവാസിയാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടക്കാറുണ്ട്. വൈകിട്ടോ നടത്തം അവസാനിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇതുവഴി നടന്ന് നേരെ ആശ്രാമം മൈതാനത്ത് പോകാം. പിന്നെ നമുക്ക് ലിങ്ക് റോഡിലേക്ക് പോയാൽ മീൻ മേടിക്കാം. അതിന്റെ ഇപ്പുറത്ത് പാലം തുറന്ന് സന്തോഷമുള്ള കാര്യമല്ലേ. കാര്യം നമ്മുടെ പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ഉദ്ഘാടനം പോലും നടത്താതാണ് പാലം തുറന്നത്. ഉദ്ഘാടനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ തന്നെ മറ്റേ കോൺഗ്രസ്സുകാരൊക്കെ കൂടെ തള്ളിക്കയറി ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ അവർ നടത്തിയില്ലേ. ബിന്ദുകൃഷ്ണനെ പോലുള്ള ആൾക്കാരെല്ലാം കൂടെ തള്ളിക്കയറി. അവർ ഇപ്പൊ കുറച്ചു മുമ്പ് ഇതുവഴി യാത്ര ചെയ്യുന്നു. പാലം തുറക്കുന്നതിന് എന്തെങ്കിലും അറിയിപ്പുണ്ടായിരുന്നു? ഇല്ല, ഇത് കഴിഞ്ഞ വള്ളംകളിക്ക് തുറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വള്ളംകളിക്ക് ആരും നിർത്താൻ പോലും ഇവിടെ സംഭവിച്ചില്ല. അല്ല, വള്ളംകളിക്ക് ഒരു സൈഡ് തുറന്നു കൊടുത്ത് ആളുകളെ കയറ്റിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ എന്താ പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മുടെ ACP അഭിലാഷ് പറഞ്ഞിരുന്നത് ഇതിന് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്, 100%. കാര്യം ആളുകൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ആളുകൾ നടക്കുന്നുമുണ്ട്. പിന്നെ ആളുകൾക്ക് ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഓലയിലേക്ക് എത്താനുള്ള വഴിയായി. തേവള്ളിയിലേക്ക് പോകാം, കടവൂരിലേക്ക് പോകാം. ഏറ്റവും
റിജിത്ത്, നേരത്തെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി തന്നെ മാറിയിരുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പോലീസിനെ സംബന്ധിച്ചടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ലിങ്ക് റോഡ് അടക്കം നവീകരിച്ചതിന് പിന്നാലെയാണ് ഈ പാലം തുറന്നു കൊടുക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും CPI സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ തന്നെ ഈ പാലം തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പാലത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. പാലം തുറന്നു നൽകി യാത്രക്കാർ അറിഞ്ഞവർ ഈ പാലത്തിലൂടെ യാത്ര തുടരുകയാണ്. ചെറിയ പാലമൊന്നുമല്ല, നല്ല ഗംഭീര പാലമാണ്, മനോഹരമായ പാലമാണ്. കൊല്ലം ലിങ്ക് റോഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള പാലമാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമാവുന്നത് ഈ പാലം തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ നടന്നതാണ്. നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. എന്നിട്ടും ഈ ഉദ്ഘാടനം നടത്തുന്നില്ല, പാലം തുറന്നു നൽകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. എന്നിട്ടും ഈ പാലം നാട്ടുകാരെ പോലും അറിയിക്കാതെ, വലിയ പ്രചാരണമൊന്നും ഇല്ലാതെ ആ പാലം ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ്. അതിൻ്റെ സന്തോഷം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആ പാലത്തിന് മുകളിൽ നിന്ന്.